പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പാർട്ട് 2 ഇക്വേഷൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees. The price of 2 pens and 5 notebooks is 170 rupees. What is the price of a pen and a notebook? അപ്പോൾ നമ്മളിത് രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ആദ്യം എന്ത് എഴുതാം? ദി പ്രൈസ് ഓഫ് എ പെൻ. അത് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ദി പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു എക്സ്. അതുപോലെ തന്നെ ദി പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് അത് ഞാൻ വൈ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദി പ്രൈസ് ഓഫ് 2 pens and 3 notebook is 110 rupees. അപ്പം 2x plus 3y ഈക്വൽ ടു 110 rupees. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്ത എന്താണ് പറയുന്നത്? ദി പ്രൈസ് ഓഫ് 2 pens and 5 notebook is 170 rupees. അപ്പം 2x plus 5y ഈക്വൽ ടു 170 rupees. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാൻ പോവുകയാണ്. കാരണം സെക്കൻഡ് ഇക്വേഷൻ ലാർജും ഫസ്റ്റ് ഇക്വേഷൻ സ്മോളറും ആണ്. അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നുണ്ട്. വിച്ച് ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കാൻ എന്ത് വരും? 2x plus 5y മൈനസ് 2x plus 3y. ലെഫ്റ്റ് സൈഡ് 2x plus 5y minus of 2x plus 3y equal to 170 minus 110. ക്ലിയർ അല്ലേ? നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? 2x plus 5y ബ്രാക്കറ്റിന്റെ പുറത്തൊരു മൈനസ് ഉണ്ട്. ആ മൈനസിന് ബ്രാക്കറ്റിന്റെ ഓരോ ടേമും ഉള്ളിലുള്ള ഓരോ ടേമും കൊണ്ട് മൈനസ് ചെയ്താൽ മൈനസ് ഇൻറ്റു 2x മൈനസ് 2x പ്ലസ് 3y ഇൻറ്റു മൈനസ് മൈനസ് 3y. റൈറ്റ് സൈഡ് എന്തായിരിക്കും? 170 മൈനസ് 110 എന്ന് പറഞ്ഞാൽ ആൻസർ 60 ആണ്. 2x മൈനസ് 2x കൂടി ആഡ് ചെയ്താൽ 0 വരും. 5y മൈനസ് 3y. അപ്പൊ എന്ത് ചെയ്യും? എത്ര കിട്ടും? 3y 5y മൈനസ് 3y. അപ്പൊ എത്ര കിട്ടും? 2y കിട്ടും. 3y അല്ല കിട്ടുന്നത് 2y. 2y ഈക്വൽ ടു 60 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y എത്രയായിരിക്കും? y ഈക്വൽ ടു 60 divided by 2 that's equal to 30. അപ്പോൾ yന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. y ഈക്വൽ ടു 30 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വാട്ട് വി ഗെറ്റ് എന്ത് കിട്ടും? yന്റെ പ്ലേസിൽ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ, അതായത് 2x plus 3y ഈക്വൽ ടു 110 എന്നുള്ള ഇക്വേഷനിൽ yന്റെ പ്ലേസിൽ നമുക്ക് 30 കൊടുക്കാം. അപ്പൊ എന്ത് വരും? 2x plus 3 into 30 equal to 110. 2x plus 90 equal to 110. Therefore 2x equal to 110 minus 90 plus 90 equal അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് 90 ആയി മാറും. അപ്പം 2x equal to എത്ര കിട്ടും? 110 minus 90 എന്ന് പറഞ്ഞാൽ ആൻസർ 20 ആണ്. Therefore x equal to 20 divided by 2 that's equal to 10. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 10. വൈന്റെ വാല്യൂ എത്രയായിരുന്നു? 30 ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദി പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ്? 10 rupees അല്ലേ? പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു 10. അതുപോലെ തന്നെ ദി പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ഈക്വൽ ടു 30. ക്ലിയർ അല്ലേ? പേജ് നമ്പർ 14 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രൈസ് ഓഫ് 4 pens and 3 pencil is 66 rupees. The price of 7 pens and 3 pencil is 111 rupees. What is the price of a pen? The price of a pencil. നമുക്കിതും 2 ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ദി പ്രൈസ് ഓഫ് എ പെന്ന് നേരത്തെ എടുത്ത പോലെ തന്നെ ദി പ്രൈസ് ഓഫ് എ പെന്ന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ
ദി പ്രൈസ് ഓഫ് എ പെൻസിൽ എന്തായിട്ട് എടുക്കാം? y ആയിട്ട് എടുക്കാം. y എന്താ ഉള്ളത്? ദി പ്രൈസ് ഓഫ് 4 pens and 3 pencil അല്ലേ? അപ്പം എന്താണ് 4x plus 3y ഈക്വൽ ടു 66. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ദി പ്രൈസ് ഓഫ് 7 pens and 3 pencil is 111 rupees. അപ്പം 7x plus 3y ഈക്വൽ ടു 111 rupees. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 which implies എന്ത് കിട്ടും? 7x plus 3y minus 4x plus 3y equal to 111 minus 66. എന്ത് കിട്ടും? 7x plus 3y minus 4x minus 3y equal to 45. എന്ത് വരും? 7x minus 4x 3x ആണ്. പ്ലസ് 3y മൈനസ് 3y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 3x ഈക്വൽ ടു 45. therefore x ഈക്വൽ ടു 45 divided by 3. that's equal to 15. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. അത് നമ്മൾ ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈന്റെ വാല്യൂ കിട്ടും. അപ്പൊ എന്ത് ചെയ്യാ? എക്സ് ഈക്വൽ ടു 15 ഇൻ ഇക്വേഷൻ 1. what we get എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 4x അല്ലെ? അപ്പൊ 4 into 15 പ്ലസ് 3y ഈക്വൽ ടു 66 അല്ലെ? 4 into 15 എന്ന് പറഞ്ഞാൽ ആൻസർ 60 ആണ്. 60 പ്ലസ് 3y ഈക്വൽ ടു 66. therefore 3y ഈക്വൽ ടു 66 മൈനസ് 60. ഇത്രയാണ് ആൻസർ 6. 3y നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി അല്ലെ? 3y ഈക്വൽ ടു 6. therefore y ഈക്വൽ ടു 6 divided by 3. that's equal to 2. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, വൈന്റെ വാല്യൂ കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് ദി പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ്? ദി പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു 15. അടുത്ത എന്താണ്? വൈന്റെ വാല്യൂ. ദി പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ ടു 2. ക്ലിയർ അല്ലേ?